അങ്ങ് തുടങ്ങാൻ പോവാണ്. 10 ദിവസത്തെ പെരുന്നാള്. അപ്പൊ ഇന്ന് കൊടി കയറി. അപ്പൊ ഞങ്ങൾക്ക് കൊടി കയറിയ സമയത്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കൊടി കയറി കഴിഞ്ഞപ്പോ ഞങ്ങൾ പോവാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി പരിസരവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ വണ്ടി ഓടുന്നുണ്ട്. ഇനി പെരുന്നാൾ സമയത്ത് ഇവിടെ വണ്ടി ഓടാൻ വേണ്ടി കാല് കുത്താൻ പോലെ സ്ഥലം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ജനങ്ങളും അറിയാവുന്നവര് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പള്ളി എത്തി. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി. ഞങ്ങൾ പള്ളിയിൽ വന്നു, സാന്ധ്യപ്രാർത്ഥനയ്ക്ക് കയറി. അതേ ഞങ്ങളുടെ കുടിയിൽ കയറി. ഇവിടെ ആഘോഷത്തിന്റെ തിരക്കുകളുടെ ഓരോ കാര്യങ്ങളാണ് ഈ കാണുന്നത്. കളറ് പേപ്പർ കൊണ്ടുള്ളത് അത്രയ്ക്ക് ആഘോഷമായിരുന്നു. അപ്പോൾ കുടിയേറി ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. 2-3 ദിവസം കഴിയുമ്പോഴാണ് ലൈറ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇന്നാളുടെ സമയമാകുമ്പോഴത്തേനും. അപ്പോ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് വിട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കന്നിരൂര് പെരുന്നാൾ തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഈ ലോകമെമ്പാടും വരുന്ന കുറേ പേര് വന്ന് പങ്കെടുത്തുന്ന ഒരു പെരുന്നാളാണ് ഞങ്ങളുടെ പെരുന്നാൾ. കാരണം ഇത് വലിയ ഫെസ്റ്റിവലായിട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. ഈ കാണുന്ന പോലെ ഒന്നല്ല, അടിപൊളി പരിപാടിയായിരിക്കും. കാരണം രാത്രിയിലത്തെ ചെണ്ടകൊട്ടും ബാൻഡ് മേലും വെടിക്കെട്ടും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അടിച്ചു പൊളിക്കാവുന്ന ഒരു പെരുന്നാളാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. പ്രത്യേകിച്ച് നിങ്ങൾ 2 ദിവസം നിങ്ങൾ മാറ്റി വയ്ക്കണം. ഒക്ടോബർ 2-3 ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോതകുളത്ത് വന്നാൽ നിങ്ങൾക്കത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. കാരണം അതുപോലത്തെ പെരുന്നാളാണ് ഞങ്ങളുടെ പെരുന്നാൾ. കയറി വാ മക്കളെ.